السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. മരണത്തോടുകൂടെ മനുഷ്യൻ അവൻ്റെ ഭൗതികമായ ലോകത്തു നിന്നും പാരത്രികമായ ലോകത്തേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പാണ് ഖബറിലേക്കുള്ള യാത്ര. ആ യാത്ര എല്ലാ നിലക്കും നല്ലവരാൽ ചുറ്റപ്പെട്ട് നല്ലവരുടെ ആശീർവാദത്തോടെ അവരുടെ പ്രാർത്ഥനകളോടുകൂടെയാണ് ഖബറിലേക്ക് കടന്നു ചെല്ലാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ അന്ത്യയാത്രയാക്കുന്ന ആളുകൾ അവർ നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരും അനുകമ്പയുള്ളവരും അതിനേക്കാളെല്ലാം ഉപരി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന നല്ല ചിന്തയുള്ളവരാകണം എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. നമ്മെ യാത്രയാക്കുന്ന ആളുകൾ ഒരിക്കലും നമ്മെക്കുറിച്ച് മോശമായ രീതിയിൽ ചിന്തിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ മറവ് ചെയ്യുന്ന ആളുകൾ അവർ വിവാഹബന്ധം ഹറാമായവരാണെങ്കിലും അല്ലെങ്കിലും അത്തരം ആളുകൾ തഖ്വയുള്ള മനസ്സിൻ്റെ ഉടമകളായിരിക്കണം എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രവർത്തനത്തിലൂടെ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞങ്ങളൊക്കെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ആ ജനാസ സംസ്കരണ മുറയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ അലാ ജാനിബിൽ ഖബരി വഅൈനാഹു തദ്മഅൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിൻ്റെ പുറത്തിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടുത്തെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. അങ്ങനെ സുമ്മ സഅല സ്വഹാബുഹു അൽ ഹാദിരീൻ, അവിടെ ഉണ്ടായിരുന്ന സഹാബത്തിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ഹൽ മിൻകും മിൻ റജുലിൻ ലം യുഫാരിഖ്. ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസം ഭാര്യയുമായി ശാരീരികമായി ബന്ധം പുലർത്താത്ത ആരെങ്കിലും നിങ്ങൾ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ നബിയെ, ഞാൻ ശാരീരികമായി ഇന്നലെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഫൻസിൽ വതവല്ല, നിങ്ങൾ ആ ഖബറിൽ ഇറങ്ങിയിട്ട് ആ ഖബർ മറവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് അത് ചെയ്യണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള മുഹദ്ദിസുകൾ എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്രകാരം പറയാനുള്ള കാരണം, ഒരു അന്യ സ്ത്രീയുടെ ജനാസ മറവ് ചെയ്യുമ്പോൾ എല്ലാ നിലക്കും അള്ളാഹുവിലേക്ക് തഖ്വയുള്ള മനസ്സോടുകൂടെയുള്ള ആളുകളായിരിക്കണം അത്തരം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ഈ വ്യക്തി അവസാന യാത്രയാക്കുമ്പോൾ ഒരിക്കലും ആ വ്യക്തിയെ സംബന്ധിച്ച് ഇയാളെ മനസ്സിൽ മറവ് ചെയ്യുന്ന മനുഷ്യൻ്റെ മനസ്സിൽ ഒരിക്കലും ദുഷിച്ച ചിന്ത പോലും കടന്നു വരാൻ പാടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ശാരീരികമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ടല്ലോ, അതുപോലും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മയൊക്കെ മറവ് ചെയ്യുന്ന വ്യക്തികൾ അത് കൃത്യമായി നിസ്കരിക്കുന്ന തഖ്വയുള്ള അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തികളുടെ കരങ്ങളെ കൊണ്ടായിരിക്കണം നമ്മുടെ ജനാസ ഖബറിലേക്ക് വെക്കേണ്ടതും നമ്മുടെ ജനാസ ഖബറിൻ്റെ മുകളിലുള്ള മൂടുകല്ലും മറ്റും എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് എന്ന് വലിയൊരു നിർദ്ദേശം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ അന്ത്യയാത്ര എല്ലാ നിലക്കും സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ ആ വജ്ഹ്, അള്ളാഹുവിനെ കാണാനുള്ള വലിയ സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.